കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറും മുൻ മേയറുമായ PK രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, എന്താണ് പരാതി? പരിശോധന പൂർത്തിയായോ? കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ PK രാഗേഷിന്റെ ചാലാടുള്ള വീട്ടിലാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തുന്നത്. വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റാണ് റെയ്ഡ് നടത്തുന്നത്. ഇദ്ദേഹത്തിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതി 5 വർഷം മുൻപ് ഉയർന്നതാണ്. അങ്ങനെ ഒരു പരാതി വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ വിജിലൻസ് ഈ PK രാഗേഷിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയതാണ്. പക്ഷേ വീണ്ടും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇപ്പോൾ വീട്ടിലെത്തിയുള്ള പരിശോധന കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ല. PK രാഗേഷ് കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായിരുന്നു കഴിഞ്ഞ ഇതിനു മുൻപത്തെ ഭരണസമിതിയിൽ. ആ സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതാണ് PK രാഗേഷിനെതിരെ ഉയരുന്ന പരാതി. PK രാഗേഷ് ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഈ വടകര പോലീസിന്റെ അടക്കം അവരുടെ സാന്നിധ്യത്തിലാണ് ഇവിടേക്ക് ഈ അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും കുറച്ച് സമയത്തിന് ഉള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയോ എന്ന കാര്യത്തിൽ വിജിലൻസ് തന്നെ വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും PK രാഗേഷിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. കോൺഗ്രസിനൊപ്പമായിരുന്നു നേരത്തെ. പിന്നീട് കോൺഗ്രസ് വിട്ട് LDFനോടൊപ്പം ചേർന്നാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായത്. പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു, വിജയിച്ചു. ഇപ്പോഴും നിലവിൽ കണ്ണൂർ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് PK രാഗേഷ്. ഏതായാലും നേരത്തെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് വിജിലൻസ് ഇപ്പോൾ നടത്തുന്നത്. ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.